ഹായ് അസ്സലാമലൈക്കും എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഒരു സ്നാക്സ് നമ്മൾ ഉരുളക്കിഴങ്ങും മുട്ടയും വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്തെടുക്കുക എന്ന് നോക്കാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നുവെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഫുള്ളായി കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സ്നാക്സിന് എന്തൊക്കെ ആവശ്യം എന്നുള്ളത് നോക്കാം. അതിനുവേണ്ടി ഞാനൊരു 1.5 സവാള മുറിച്ചെടുത്തിട്ടുണ്ട്. അത് കനം കുറഞ്ഞ് മുറിച്ചെടുത്തിക്കുകയാണ്, ചെറുതായിട്ടൊന്നുമല്ല, കുറച്ച് നീളത്തിൽ തന്നെയാണ്. പിന്നെ 2 ഉരുളക്കിഴങ്ങ് നല്ലപോലെ വേവിച്ച് ഒന്ന് ഉടച്ചെടുത്തതാണ്. പിന്നെ 2 മുട്ട പീസാക്കി എടുത്തിട്ടുണ്ട്. അത് ഒരു മുട്ട ഞാൻ 4 പീസാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. പിന്നെ കുറച്ച് മൈദപ്പൊടി കലക്കിയെടുത്തതാണ്. അതിനോടൊപ്പം തന്നെ കുറച്ച് മല്ലിയിലയും കൂടി മുറിച്ചെടുത്തിട്ടുണ്ട്, കുറച്ച് ബ്രെഡ് പൊടിയും. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കാം. അപ്പോൾ ഒരു പാൻ വെച്ച് നല്ലപോലെ ചൂടായതിൻ്റെ ശേഷം അതിലേക്ക് നമ്മൾ സവാള മുറിച്ചത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. നല്ലപോലെ ഗോൾഡൻ ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല, നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി. സവാള മുറിച്ചെടുത്തത് കനം കുറച്ചായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇതായി കിട്ടും. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമ്മളിത് ചെയ്തെടുക്കുക. ഇതിനോടൊപ്പം തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മളെ മസാലയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു സവാള വാടിക്കിട്ടാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കും. അപ്പോൾ അത് സവാളയ്ക്ക് ഇവിടെ ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചതച്ചത് ചേർത്ത് കൊടുക്കാം. അത് നമ്മളൊരു ടീസ്പൂണാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും നമ്മുടെ ഒരു സ്നാക്സിന്. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി ഞാൻ ചേർത്തിട്ടുള്ളത് കാശ്മീരി റെഡ് ചില്ലിയാണ്. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. എരിവിൻ്റെ മുളക് പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ എല്ലാം പച്ചമണം പോകുന്നവരെ ഇളക്കിയെടുക്കുക നമുക്ക്. അപ്പോൾ അതവിടെ ആയിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് ഉടച്ച് വെച്ചിട്ടുള്ള ആ ഒരു ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഈ സവാളയുടെ മിക്സിൽ നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക, എരിവൊക്കെ കൂടുതലായിട്ട് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ. അതുപോലെ തന്നെ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിട്ടുള്ള ആ ഒരു മല്ലിയിലല്ലേ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. മല്ലിയിലയുടെയൊക്കെ ഫ്ലേവർ അതിൽ പിടിക്കുന്നവരെ നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കണം. അപ്പോൾ എത്ര മതി. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് കുറച്ച് നേരം തണുക്കാനായിട്ട് വെക്കാം. അപ്പോൾ ആ മസാലയൊക്കെ തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് കുറച്ചെടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കാം. കയ്യിൽ ഒട്ടിപ്പിടിക്കരുത്, ആ രീതിയിൽ വേണം നമ്മുടെ മസാല കിട്ടാൻ. ഇനി അഥവാ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ അതൊന്നും കൂടെ ഒന്ന് ഡ്രൈ ആക്കിയിട്ട് വേണം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണമെങ്കിൽ. കയ്യിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പരത്തി എടുത്തിട്ട് അതിൽ നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിട്ടുള്ള ഒരു മുട്ടയുടെ പീസ് വെച്ച് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് കവർ ചെയ്തെടുക്കുക. മുട്ട കാണാത്ത രീതിയിൽ നമുക്കിതൊന്ന് കവർ ചെയ്തിട്ടെടുക്കണം. അപ്പോൾ ഇതുപോലെ കവർ ചെയ്തിട്ട് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കുക. അപ്പോൾ ഇങ്ങനെ മതി. ഇനി നമുക്കിതിവിടെ മാറ്റി വെക്കാം. അപ്പോൾ അടുത്തതും ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ കൂടുതലായിട്ട് ഒട്ടുന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിൽ തടവി കൊടുക്കാം. അതിനുശേഷം നമുക്കിങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ മുഴുവനായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 2 മുട്ട വെച്ചിട്ട് 8 സ്നാക്സാണ് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. ഇനി നമ്മൾ നേരത്തെ കലക്കി വെച്ചിട്ടുള്ള ആ മൈദ മിക്സ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി എടുത്തതാണ്. ഒരു 3 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. നമ്മുടെ സ്നാക്സിനനുസരിച്ച് നമ്മൾ ഇതൊക്കെ എടുക്കുക. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന ഓരോന്ന് എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ഒന്ന് ഇതിലാക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ബ്രെഡ് ക്രംസിൽ ഇട്ടിട്ട് ഒന്ന് നല്ലപോലെ ഡിപ്പ് ചെയ്തെടുക്കുക. എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ നമ്മളിത് ചെയ്തെടുക്കണം. ഇനി നമ്മൾ ഈ മൈദ മിക്സ് തയ്യാറാക്കിയതിന് പകരം നിങ്ങൾക്ക് മുട്ടയിൽ വേണമെങ്കിലും ഇതൊന്ന് മുക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളത് മുഴുവനായിട്ടും അങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ 8 പീസും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം.
അപ്പോൾ ഫ്രൈ ചെയ്യാനായിട്ട് ഒരു പാൻ വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ചൂടായതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ ഫ്ലെയിം മീഡിയത്തിൽ ഇട്ടിട്ട് വേണം ഇത് ചെയ്തെടുക്കാൻ. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ പുറംവശം പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇത് കൂടുതൽ നേരം ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ നല്ലപോലെ വേവിച്ചിട്ടാണ് ചേർത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പെട്ടെന്നായി കിട്ടും. ഒരു സൈഡ് കളർ മാറുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അത് ഇതുപോലെ ഇത്ര മതി. ഇതിലും കൂടുതലായിട്ടുണ്ടെങ്കിൽ ഇത് കരിഞ്ഞു പോകും. ഇതിലിപ്പോൾ ഞാൻ 8 പീസും ഒപ്പം തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് പൊട്ടിപ്പോകുമെന്നില്ല. ഒരു സൈഡ് നല്ലപോലെ ആയിട്ടുണ്ടെങ്കിൽ തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ പൊട്ടിപ്പോകുമെന്നില്ല, നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ അത് മുഴുവനായിട്ട് ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ട് ആ ഭാഗം കൂടി ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എത്ര മതി, നമുക്കിനി എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. അപ്പോൾ ഉരുളക്കിഴങ്ങും മുട്ടയും വെച്ചിട്ടുള്ള ഈസി സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല കട്ടൻ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഇത് നല്ല തണുക്കാതെ ഒരു ഇളം ചൂടിൽ വേണം ഈ ഒരു സ്നാക്സ് കഴിക്കാനും. അപ്പോൾ ഉരുളക്കിഴങ്ങും മുട്ടയും വെച്ചിട്ട് ഒരുപാട് സ്നാക്സ് തയ്യാറാക്കലുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു സ്നാക്സാണ്. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.